Day 4 at Chadar on the day of Republic Day. ഞങ്ങൾ ചാദറിന്റെ ട്രെക്ക് അവസാനിപ്പിക്കാൻ പോവാണ്. ഫുൾ സെറ്റപ്പ് റെഡിയാക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഡേ 4 ഇന്നൂടെ ഉള്ളൂ ഈ ബ്രേക്ക്ഫാസ്റ്റ്. നാളെ തൊട്ട് വി ആർ ഗോയിങ് ടു മിസ് ദിസ് ബ്രേക്ക്ഫാസ്റ്റ്. എന്തൊക്കെയാണ് സ്പെഷ്യൽ ഐറ്റംസ് നോക്കാം. രേഖ ബുക്ക് എന്ന് പറഞ്ഞിട്ട് നേരത്തെ റെഡിയായി നിൽക്കുന്നുണ്ട്. സെറീൻ പ്ലേസ്, നോബഡി എൽസ് ഇസ് ദേർ, ഓൺലി ഞങ്ങളുടെ 3 ടെന്റും ഞങ്ങളും കുറെ സ്നോയും. ഇന്നത്തെ ഡേ ഫോഗിയാണ്. ആലു പറാഠ and ketchup and zataka. അയ്യോ ഫ്രണ്ട് തന്നെയാണ്. പിന്നെ ഇതുമാണ് ബ്ലാക്ക് അല്ലേ? അല്ലെങ്കിൽ ഞാൻ ചഷ്മ ഇട്ടോണ്ട് തോന്നിയാണോ? ഞാൻ അപ്പുറത്ത് നിൽക്കണോ? അല്ല അങ്ങോട്ട് ഫേസ് ഞാൻ അവിടെ പോകാം. വരട്ടെ. ആ കല്ലിൽ നിൽക്കാമോ? അവിടുന്ന് കല്ലുകളിൽ പാക്കിംഗ് ഡൺ ഫോർ day 4. The last tent packing for Chadar. Done. അറിയുന്ന പോലെ അറിയാം. നമുക്ക് രസ ചെയ്യണ്ടേ? തോന്നുന്നില്ല. ഞാൻ ഫോക്കസ് ചെയ്ത് ഇവിടെ ഐസ് കൊണ്ടുള്ള അക്രമം തുടങ്ങിയിരിക്കുകയാണ്. ഓ എന്റെ ടെന്റ് എടുത്തോണ്ട് പോയി. Carrying so many things. നീ പതുക്കെ എണിച്ചിട്ട് പോകട്ടോ. ഇപ്പൊ ജനഗണമന എപ്പോഴാ? നെക്സ്റ്റ് കണ്ടിന്യൂ ആ. കോം മെല്ലെ സ്ലൈഡ് ആവല്ലേ. ഫോട്ടോഗ്രാഫർ ഷീബ പിടിക്കല്ലേ ഫ്ലാഗ്? കാശിനെ പിടിച്ചു. ഒരു ഫോട്ടോ ഷൂട്ട് അപാരത. ഓടിവാ പതുക്കെ. Ready? 1, 2, 3, start. जनगणमन अधिनायक जय हे भारत भाग्य विधाता. पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा. विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा. तव शुभ नामे जागे, तव शुभ आशीष मांगे. गाहे तव जय गाथा. जनगण मंगलदायक जय हे भारत भाग्य विधाता. जय हे
അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ റിപ്പബ്ലിക് ഡേയില് അവർ ഡേ 4, the last day of Chadar trek begins. Started walking. എല്ലാവരും പിറകിലുണ്ട്. നല്ല സൂര്യപ്രകാശം കാണുന്നുണ്ട്. ദേ സൺ. നമ്മുടെ ലഗേജസ് ഒക്കെ പാക്കായി. ലഗേജസ് ഒക്കെ വിളിച്ചുകൊണ്ട് പോകുന്നതാണെന്നുണ്ട്. അതിന് വഴിമാറി സൈഡിൽ നിന്ന് കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് പോകാൻ വേണ്ടി വഴിമാറി കൊടുത്തു. എല്ലാവരും പാക്ക് ചെയ്ത് പോകാനായിരുന്നു. ഒന്നുകൂടെ പറയാതെ ഐസിന്റെ മുകളിൽ വാഹനാപകടം. ആളപായമില്ല. ലാസ്റ്റ് ദിവസത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റിലും എന്നാൽ ഈ ചാദർ ട്രെക്ക് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ചെറിയൊരു സങ്കടത്തിലൊക്കെയാണ് നമ്മൾ. എന്നാൽ ഇത്രയും ദിവസം നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഐസിന് കോൺഫിഡൻ്റ് ആയിട്ട് നടക്കാൻ ഇപ്പോഴും കുറച്ചൊരു പേടിയുണ്ട്. ഷിബ കം ഓൺ, ഡർ കെ ആഗെ ജീത്ത് ഹൈ. ഷിബ കം ഓൺ, ഇങ്ങനെ പോവാതെ. ഷിബ കം ഓൺ, പോട്ടെ പോട്ടെ. സൈസ് ആഫ്റ്റർ ഓൾ. ഷിബ കം ഓൺ. ഇത് ഐസിൻ്റെ ആ പ്രതലത്തിൻ്റെ മുകളിൽ ഫുൾ മണ്ണായിട്ട് കാണാം. അപ്പം നമ്മളിങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ ആ ഐസ് പാളികളായതിൻ്റെ അടിയിൽ നമുക്കിങ്ങനെ പെബിൾസുകളൊക്കെ കാണാം. അപ്പോൾ അത് അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ അടിയിലുള്ള പെബിൾസ് പോലും കാണാമായിരുന്നു. ദൂരെ നിന്ന് വന്ന ഒരു കളരി ഇൻസ്ട്രക്ടറും എന്തൊക്കെയാണ് കോഴിക്കോട് ആ ഗ്രൂപ്പിലൊട്ടാകെയുള്ള ഒരു മലയാളി ഓടി വന്ന് തിരിച്ചോടി വന്ന് ഞങ്ങളെ കണ്ടു.
2 ദിവസമുണ്ട് ഫ്ലൈറ്റില്. എഴുന്നേക്കാനുള്ള പാടുപെടലേ ഈശ്വര. സ്ലിപ്പായി all fun. ഇത് പോരാ, ഇതൊന്നും ഒന്നല്ലെന്ന് പറയണത്. അല്ല ഇതിങ്ങനെ പോയി ലാസ്റ്റ് ഫുഡ് ഓൺ ചാദർ ട്രെക്ക് കഴിഞ്ഞ് ലാസ്റ്റ് ഫുഡ് ഞാൻ വിചാരിച്ചത് എന്താണാവോ. delicious food. We are all going to miss this food so much. ട്രെക്ക് കഴിഞ്ഞ് ലാസ്റ്റ് സെൽഫി എടുത്ത് ഞങ്ങൾ ആ വണ്ടിയിൽ തിരിച്ച് ലേയിലേക്ക് പുറപ്പെട്ടു. ചില്ലിംഗ് വില്ലേജിൽ നിന്ന് സൻസ്കാർ റിവറിൻ്റെ അവിടെ നിന്ന് തിരിച്ച് 2-2.5 മണിക്കൂർ ഉള്ള ഒരു യാത്ര ലേയിലേക്ക് എത്താൻ. അതേ വഴിയിൽ എത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ റോഡിലേക്കൂടെ കുറച്ച് പേടിപ്പെടുത്തുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഭാഗത്തൊരു വാലിയും മറുഭാഗത്ത് ഇത്രയും അധികം മലകളും ഒക്കെയുള്ള ആ എൻഡ്ലെസ് ആയിട്ടുള്ള റോഡിലേക്കൂടെ വളരെയധികം 4 ദിവസത്തെ ചാദറിൻ്റെ മെമ്മറീസും ഫൺ എല്ലാം ആയി ഞങ്ങൾ തിരിച്ച് വരികയാണ്. ചാദറിൻ്റെ വിശേഷങ്ങളാണ് ഇത്രയും ദിവസമുള്ള വ്ളോഗിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പം എന്താടി എന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് വരുന്ന ആ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ചാദർ ട്രെക്ക് ചെയ്തത്. അതിൽ 5 പേരാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. എല്ലാവരും മലയാളികളായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. അപ്പോൾ ചാദർ ട്രെക്കിനെ കുറിച്ച് എന്തെങ്കിലും വിശേഷങ്ങൾ അറിയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപ്പൂപ്പൻ താടി ചെയ്യുന്ന മറ്റു ട്രിപ്സിനെ കുറിച്ച് എന്തെങ്കിലും വിശേഷങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പേജ് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ എന്നോട് ചോദിക്കാം. ട്രെക്ക് അല്ലാണ്ട് തന്നെ ലേ ലഡാക്കിൻ്റെ സൈറ്റ് സീയിങ് എന്ന് പറഞ്ഞിട്ടൊരു ട്രിപ്പ് കൂടെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ലേൻ്റെ ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ്. ലേ ലഡാക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം നമുക്ക് ഒരാളോട് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ സ്ഥലം കണ്ടാലേ നമുക്കതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. ഞങ്ങൾ സർപ്രൈസ് ചെയ്തുകൊണ്ട് അന്ന് രാത്രി മഞ്ഞ് പെയ്യുകയും ചെയ്തു. ലേയിൽ പോയിട്ട് മഞ്ഞ് പെയ്യുന്നതിൻ്റെ കണ്ടില്ല എന്നുള്ളൊരു ദുഃഖവും വേണ്ട. സോ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ചാദർ ട്രെക്ക് കഴിഞ്ഞപ്പോൾ.